ഹലോ! എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നാട്ടിലെത്തി കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത ദിവസം തന്നെ ഗുരുവായൂർ പോണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഞാൻ വന്നിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ച മോള് വന്നപ്പോഴേ ഞാൻ കരുതി എന്നാൽ ശനിയാഴ്ച തന്നെ ഗുരുവായൂർ പോവാം. ഞായറാഴ്ചയൊക്കെ ആകുമ്പോൾ നല്ല തിരക്കാവുമല്ലോ. എന്നാൽ പിന്നെ ശനിയാഴ്ച അങ്ങ് പോവാം എന്ന് കരുതിയിട്ട് ഞങ്ങളിത് രാവിലെ നേരത്തെ പോകണം എന്നൊക്കെ കരുതിയതായിരുന്നേ. പക്ഷേങ്കിൽ നമ്മളിവിടുന്ന് ഇറങ്ങുമ്പോഴേക്കും ഒരു 8:30, 8:45 ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ ഞാനും അച്ചു റെഡി ആയിട്ടുണ്ട്. അച്ചുട്ടി മുണ്ടൊക്കെ എടുത്തിട്ടാണ്, പിന്നെ മോള് നിസാരിയൊക്കെ എടുത്തിട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അവളുടെ റെഡി ആവലൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോഴേക്കും ഓട്ടോറിക്ഷക്കാരൻ വന്നപ്പോൾ ഞാൻ പഠിക്കലേക്ക് അങ്ങോട്ട് ഇറങ്ങുവാണ് കേട്ടോ. ഈ ഒരു കാര്യം നമ്മുടെ വീട്ടിൽ പതിവായിട്ടുള്ളതാണ്. എവിടേക്കെങ്കിലും പോകുന്നുണ്ടെങ്കിൽ എൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞാലും ഇവരുടെ ഒന്നും ആയിട്ടുണ്ടാവില്ല. അപ്പോൾ അതിന് ഞാൻ പകുതിക്ക് നിന്നിട്ട് തൊള്ളയും വിളിയും കൂട്ടുകയാണ് കേട്ടോ. ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ കണ്ണൻ്റെ അടുത്ത് നിൽക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം കേട്ടോ. ഒരു ദിവസം ഫുള്ളായിട്ടും നിൽക്കണം എന്ന ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളെ കൊണ്ട് ഇപ്പം അത് പറ്റില്ല. എന്നെങ്കിലും അത് നടക്കുമെന്ന് വിചാരിക്കണു. അങ്ങനെ അച്ചുട്ടി ഞാനും വണ്ടിയിൽ കയറിയിട്ട് അവളിങ്ങനെ നടന്ന് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ വഴിയിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ അവൾ സാരിയൊക്കെ എടുത്തിട്ട് അവൾക്ക് സ്പീഡിൽ നടക്കാനും പറ്റണില്ലേ. അങ്ങനെ ദാ നമ്മൾ വണ്ടിയിൽ കയറി പോയി കൊണ്ടിരിക്കുകയാണേ. ഗുരുവായൂർ എത്തി ആദ്യം തന്നെ നമ്മൾ ബാഗും ചെരുപ്പും ഫോണും എല്ലാം ഏൽപ്പിച്ചു. അതിനുശേഷം വരി നോക്കിയപ്പോൾ വരി ഒരുപാട് ദൂരത്താണ് നിൽക്കുന്നത് കേട്ടോ. ഒത്തിരി തിരക്കുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ കരുതി എന്തെങ്കിലും കഴിക്കാതെ വരിയിൽ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ തലകറങ്ങുക അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയിട്ട് മസാല ദോശ കഴിക്കാറ് കേട്ടോ. പക്ഷെ അന്ന് അത് കഴിഞ്ഞേക്കണു. അപ്പോൾ ഞങ്ങൾ നെയ് റോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നെയ് റോസ്റ്റും ചായയൊക്കെ കുടിച്ച് എന്നിട്ട് സമാധാനപരമായിട്ട് നമ്മൾ ക്യൂവിലൊക്കെ കയറി ഒരു 3 മണിക്കൂറോളം ക്യൂവിൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ചായ കുടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് പണി കിട്ടും. അതുകൊണ്ട് തന്നെ എല്ലാ പ്രാവശ്യവും കണ്ണനോട് അനുവാദമൊക്കെ ചോദിച്ച് ചായയൊക്കെ കുടിച്ചിട്ടാണ് നമ്മൾ വരിയിൽ നിൽക്കാറുള്ളത്. വരിയിലൊക്കെ നിന്ന് ഒരു 3-3.5 മണിക്കൂറിന് ശേഷം നമ്മൾ കണ്ണനെ കണ്ടപ്പോഴുണ്ടല്ലോ, അത് സന്തോഷം കൊണ്ടാണോ സങ്കടം കൊണ്ടാണോ എന്നറിയില്ല, അറിയാതെ എൻ്റെ കണ്ണെന്ന് അറിയാറുണ്ട് കേട്ടോ. കുട്ടികൾ പറയുകയും ചെയ്യും എന്തിനാണ് ഭഗവാനെ കാണുമ്പോൾ ഈ കരയാൻ നിൽക്കണേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ അത് എന്താ എന്ന് എനിക്കറിയില്ല. നമുക്ക് ദൈവത്തെ നേരിട്ട് കാണുന്ന ഒരു പ്രതീതിയാണ് എനിക്ക് ഗുരുവായൂർ ചെന്നാൽ കണ്ണൻ്റെ അടുത്ത് എത്തുമ്പോൾ കേട്ടോ. അങ്ങനെ ഭഗവാനെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രദക്ഷിണമൊക്കെ ചെയ്ത് വഴിപാടുകളൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മൾ ഒരു പാൽപ്പായസത്തിനൊക്കെ ചീട്ടാക്കി പുറത്ത് വന്ന് പാൽപ്പായസമൊക്കെ വാങ്ങിച്ച് അത് അവിടെ ഇരുന്നിട്ട് തന്നെ കുടിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. നമുക്ക് ഈ സങ്കടങ്ങളുള്ളപ്പോൾ മാത്രം ദൈവത്തെ ഓർത്താൽ പോരട്ടോ. നമ്മുടെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും എല്ലാത്തിലും ദൈവത്തെ ഓർക്കുമ്പോൾ അവർ നമ്മുടെ കൂടെ ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ സങ്കടങ്ങൾ ഉണ്ടാവുമ്പോഴുണ്ടല്ലോ നമ്മളെ ഒരുപാട് അങ്ങ് പരീക്ഷിക്കട്ടോ, അത് വേറെ കാര്യം. എങ്കിലും ആ പരീക്ഷണത്തിൽ ഒടുവിൽ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടത്തി തരുകയും ചെയ്യേ. പിന്നെ നമ്മൾ അവിടെ നിന്നിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തായിരുന്നു. പിന്നെ കുളത്തിൻ്റെ അവിടെയൊക്കെ പോകണം എന്ന് പറഞ്ഞിട്ട് കുളത്തിൻ്റെ അവിടെ പോയിട്ട് അച്ചുവിന് കുറച്ച് നേരം ഇരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നു. അവിടെ പിന്നെ ഫോണും ഫോട്ടോസ് എടുക്കാനും ഒന്നും അലൗഡ് അല്ലല്ലോ. മോളനെ +2 പഠിപ്പിച്ച മനോജ് സാറിനെയും ഫാമിലിനെയൊക്കെ കണ്ട് ഞങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ നമ്മളിത് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. ഇനി എന്നാണ് കണ്ണൻ്റെ അടുത്തേക്ക് വരാൻ പറ്റുക എന്നൊന്നും അറിയില്ല. നമുക്ക് എടുത്താണ് എങ്കിലും ഒത്തിരി ദൂരമുണ്ട്. അതുകൊണ്ട് തന്നെ വരവൊക്കെ വല്ലപ്പോഴും മാത്രമേ നമുക്ക് പറ്റാറുള്ളൂ. ഇവിടുന്ന് പോകുമ്പോഴേ പറഞ്ഞായിരുന്നു കേട്ടോ, ഗുരുവായൂർ ഒരു കോൾഡ് കോഫിയുടെ ഷോപ്പൊക്കെ ഉണ്ടെന്ന്. എന്നാൽ പിന്നെ അതൊന്ന് ട്രൈ ചെയ്യാലോ എന്ന് കരുതിയിട്ട് 3 പേരും കൂടിയിട്ട് ഒരു ഗ്ലാസ്സിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നേ. വലിയ ടേസ്റ്റ് ഒന്നുമില്ല, എന്നാൽ കുഴപ്പമില്ല, അത്രയേ ഉള്ളൂ. 60 രൂപ കണ്ടുള്ളൂ കേട്ടോ. അങ്ങനെ ആഗ്രഹവും നടത്തി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും പിള്ളേർക്ക് നല്ല വിശപ്പൊക്കെ തുടങ്ങിയിരിക്കുന്നു കേട്ടോ. പിന്നെ വീട്ടിൽ വന്നിടുമ്പോൾ എന്തെങ്കിലും തിന്നാന്ന് വിചാരിച്ചാൽ ഒന്നും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല, രാവിലെ പോയതാണല്ലോ. എന്തെങ്കിലും തട്ടിക്കൂട്ടിയിട്ടൊക്കെ വേണം കഴിക്കണമെങ്കിൽ. എന്നാൽ പിന്നെ എന്തെങ്കിലും ചെറുതായിട്ട് കഴിച്ചിട്ട് പോവാം എന്ന് കരുതി ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ തന്നെ കയറിയത് കേട്ടോ. അപ്പോൾ അഞ്ജലിക്ക് ഫ്രൈഡ് റൈസ് വേണം എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് ഫ്രൈഡ് റൈസും പിന്നെ പനീർ മസാലയാണ് വാങ്ങിച്ചത് കേട്ടോ. അത് രണ്ടും കൂടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് പനീർ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നത്. നമ്മൾ വീട്ടിലൊരിക്കൽ ട്രൈ ചെയ്തിട്ടുണ്ട്. മഷ്റൂമും നമ്മൾ ഒരിക്കൽ ട്രൈ ചെയ്തിട്ടുണ്ട്. മഷ്റൂം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഈ പനീർ മസാല അടിപൊളിയാണ് കേട്ടോ. ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ കാരണം കൊണ്ട് ഏട്ടനായിട്ട് ഇന്ന് സംസാരിക്കാൻ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഞാൻ വീഡിയോ കോളിൽ വിളിച്ചപ്പോഴേ ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടെയാണ്, വീട്ടിലേക്ക് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞ് എന്തിനന്ന് പോരുന്നേ, അവിടെ തന്നെ നിൽക്കായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കായിരുന്നേ. അത്രയും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ഇപ്പോൾ കുറച്ച് നേരം വൈകിയാലും അല്ലെങ്കിൽ കുറച്ച് ഇരുട്ടായാലും നമുക്ക് യാത്ര ചെയ്യാൻ എന്താ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ആരെന്നെ പേടിക്കേണ്ട ആവശ്യം. ഒന്നാമത് എന്നെക്കാളും വലിയ 2 മക്കൾ എനിക്കില്ലേ. പിന്നെ ഇപ്പോൾ നമുക്ക് ആരെന്നെ പേടിക്കേണ്ട ആവശ്യമാണ്. കെട്ടിയനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പോന്നിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ വേറെ ആരെയും നമുക്ക് ബോധിപ്പിക്കാനും കാര്യങ്ങളൊന്നുമില്ല. ബില്ല് കണ്ടപ്പോൾ ഒന്ന് ഞെട്ടിയെങ്കിലും കൂടിയിട്ടേ നല്ല
ഫുഡായിരുന്നു കേട്ടോ. അതും വേണമല്ലോ പറയാനായിട്ട്. പിന്നെ നല്ല ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിൽ നല്ല പൈസയും കൊടുക്കണമല്ലോ. പിന്നെ ഇപ്പോൾ പണ്ടത്തെ പോലെ ഇവരായിട്ട് വന്നു കഴിഞ്ഞാൽ വലിയ ചിലവൊന്നും നമുക്കില്ല. കാരണം ഇപ്പോൾ അവർ വലുതായല്ലോ. അതുകൊണ്ട് തന്നെ ഗുരുവായൂർ വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് സൈഡിലും കച്ചവടക്കാരാണല്ലോ. അത് വേണം ഇത് വേണം എന്നൊന്നും പറയൊന്നുമില്ല. അപ്പോൾ അവർക്ക് എന്തെങ്കിലും കാര്യമായിട്ട് നന്നായിട്ട് ഫുഡൊക്കെ വാങ്ങിച്ചെടുത്താൽ മതി, അവർ ഓക്കെയാണ്. ചെറുപ്പത്തിലൊക്കെ ഇവരായിട്ട് വരുമ്പോൾ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് തെറ്റലും കരച്ചിലും ഒക്കെ ആയിട്ടാണ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുക. ഇപ്പം പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഫുഡൊക്കെ കഴിച്ചിറങ്ങുമ്പോഴേക്കും ഒരു നേരമായിട്ടുണ്ടായിരുന്നേ. പിന്നെ പെട്ടെന്ന് അങ്ങ് ഇരുട്ടാവുമല്ലോ. അങ്ങനെ ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോഴേക്കും ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നേ, ഇനി ബസ് എപ്പോഴാണ് കിട്ടുക എന്നൊക്കെ ആലോചിച്ചിട്ട്. പക്ഷേ നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് എത്തിയപ്പോഴേക്കും നമ്മുടെ നാട്ടിലേക്കുള്ള ബസ് ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് നേരിട്ട് ബസ് കിട്ടിയപ്പോൾ ഭയങ്കര സമാധാനമായി കേട്ടോ. ഇനി നമ്മുടെ നാട്ടിൽ ഇറങ്ങിയാൽ മതിയല്ലോ. അവിടുന്ന് പിന്നെ ഒരു ഓട്ടോ വിളിച്ചിട്ട് നമ്മുടെ വീട്ടിലേക്കും പോവാം. അങ്ങനെ ബസ്സിൽ നല്ല അടിപൊളി പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് നേരം ഒന്ന് കണ്ണടച്ചിരുന്നായിരുന്നേ. മോളപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്നുണ്ട്, ഞാൻ വെച്ചിട്ടും കൂടിയിട്ട് ഒരു സീറ്റിലിരുന്നായിരുന്നു. ഗുരുവായൂർ പോകുമ്പോഴേ കുറച്ചും കൂടെ വലിപ്പമുള്ള കണ്ണനെ വാങ്ങിക്കാൻ ഏട്ടൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഖത്തറിൽ നമ്മുടെ റൂമിലുള്ളത് ചെറിയ കണ്ണനാണല്ലോ, അതുകൊണ്ട് തന്നെ ഒരു മീഡിയം വലുപ്പത്തിലുള്ളൊരു കണ്ണനെ വാങ്ങിച്ചിട്ടുണ്ട്. ഗുരുവായൂർ പോയ അന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ആയിരുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്